ഈ ക്ലാസ്സിൽ ഞാൻ ഒരു പ്രോഗ്രാം പ്രോഗ്രാം എഴുതുകയാണ്. എന്നുവെച്ചാൽ 2 വേരിയബിൾസിലെ വാല്യൂവിനെ സ്വാപ്പ് ചെയ്യാൻ. സ്വാപ്പിംഗ് വേരിയബിൾസ് യൂസിങ് ബൈറഫ് മെത്തേഡ്. നമുക്ക് ഒരു പ്രോഗ്രാമിൽ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ 2 രീതിയുണ്ട്. ബൈ വാല്യൂ ആയിട്ട് കോൾ ചെയ്യാം, ബൈ റഫ് ആയിട്ട് കോൾ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബൈ വാല്യൂ ആയിട്ട് കോൾ ചെയ്യുന്നത് കാണിച്ചു തന്നിരുന്നു. ബൈ വാല്യൂ ആയിട്ട് കോൾ ചെയ്യുമ്പോൾ എങ്ങനെ സംഭവിക്കുക? ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് വേരിയബിൾസ് മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഒറിജിനൽ വാല്യൂവിൻ്റെ കോപ്പി ആ വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ കോപ്പിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് ഒറിജിനൽ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും. ഇതാണ് ബൈ വാല്യൂ. ഇപ്പോൾ പറയുന്നത് ബൈ റഫാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ സിയിലെ സ്ട്രക്ചർ #include stdio.h എന്നുവെച്ചാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഫംഗ്ഷൻ ഔട്ട്പുട്ട് ഫംഗ്ഷൻ, ഈ സ്കാൻഎഫ് ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ്, പ്രിൻ്റ്എഫ് ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻസിനെ നമ്മളിവിടെ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഡിക്ലറേഷൻസൊക്കെ ഉള്ള ഫയലാണ് stdio.h എന്നുള്ള ഫയൽ. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിലേക്ക് എല്ലാ കാര്യവും പ്രോഗ്രാമിൽ എഴുതണ്ട, കുറേയൊക്കെ ഓൾറെഡി എഴുതി തയ്യാറാക്കി ഹെഡർ ഫയലായിട്ട് ലൈബ്രറിയിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ലൈബ്രറി ഫയൽസ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ എല്ലാ ബുക്കൊന്നും മേടിച്ച് വയ്ക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? ലൈബ്രറിയിൽ പോയിട്ട് ആവശ്യമുള്ള ബുക്സ് ആ നേരത്ത് റെഫർ ചെയ്യാൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, നമ്മൾ കൊണ്ടുവരും. അതുപോലെ തന്നെ ലൈബ്രറിയിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ചുള്ള ഫയൽസ് പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്താൽ ആ ഫയലിൽ നിന്ന് അത് എക്സിക്യൂഷൻ നടന്നോളും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്തു ഫസ്റ്റ് സ്ട്രക്ചറിൽ. പിന്നെ നമ്മൾ കമൻസ് ഒക്കെ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കമൻസ് ആണ്. ഇത് കമൻ്റ് എന്ന് പറഞ്ഞാൽ കമൻ്റ് ഓപ്പറേറ്റർ C++ൽ ഇങ്ങനെയാണ് കമൻ്റ് ഓപ്പറേറ്റർ എഴുതുക. ഇതൊരു സിംഗിൾ ലൈൻ കമൻ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ ഈ കമൻസ് എഴുതണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം എഴുതി ചിലപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും കൂടി മാറ്റം വരുത്തുകയോ മറ്റൊക്കെ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മളൊരു കുറിപ്പായിട്ട് അവിടെ എഴുതി വയ്ക്കണം. അപ്പോൾ ഈ വിവരണങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ വെറുതെ എഴുതി കഴിഞ്ഞാൽ അതവിടെ എറർ വരും. അപ്പോൾ അത് ഇങ്ങനെ കമൻ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല, അത് കമ്പൈലർ ഇഗ്നോർ ചെയ്യും. നമുക്കൊരു കമൻ്റായിട്ട് അത് അവിടെ കെടുക്കുകയും ചെയ്യും. അതിനാണ് ഈ കമൻ്റ് ഓപ്പറേറ്റർ. അത് സിംഗിൾ ലൈൻ കമൻ്റ് ചെയ്യാൻ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇൻക്ലൂഡ് സെക്ഷൻ കമൻറ്റ്. പിന്നെ ഇവിടെ എഴുതിയിട്ടുള്ളത് ഞാൻ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻസ് എഴുതുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് വേണം, ഫംഗ്ഷൻ്റെ പേര് വേണം, പാരാമീറ്റേഴ്സ് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ്, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ ടാസ്ക്. എന്തെങ്കിലും ഒരു കാര്യത്തിന് തയ്യാറാക്കുന്ന ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ 2 സംഖ്യകൾ സ്വാപ്പ് ചെയ്യണ ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഫംഗ്ഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ടാവും. ഈ ഔട്ട്പുട്ട് ഫംഗ്ഷനെ കോൾ ചെയ്ത സ്ഥലത്തേക്ക് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. അപ്പോൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ ആ ഔട്ട്പുട്ടിൻ്റെ ടൈപ്പ് നമ്മൾ എവിടെ എഴുതണം? ഇൻറ്റീജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഇൻറ്റ് എന്ന് കൊടുക്കുക. ഇതാണ് റിട്ടേൺ ടൈപ്പ്. അതല്ല ഫ്ലോട്ട് വാല്യൂ ആണ് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക, ഫ്ലോട്ട് എന്ന് എഴുതുക റിട്ടേൺ ടൈപ്പ്. അതുപോലെ നമുക്ക് ചിലപ്പം റിട്ടേൺ ചെയ്യുന്നില്ല, ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല വിചാരിക്കുക. അപ്പോൾ നമുക്ക് വോയിഡ് എന്ന് കൊടുക്കാം. വോയിഡ് മെമ്മറി സ്പേസ് എടുക്കില്ല, ഫംഗ്ഷനിൽ നിന്ന് നോ വാല്യൂ റിട്ടേൺ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് വോയിഡ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ വലിയ ഒരു പ്രോഗ്രാമിന്, വലിയൊരു ടാസ്കിന് നമ്മൾ എന്ത് ചെയ്യും? ഒറ്റ ടാസ്ക്കായിട്ട് അത് മാനേജ് ചെയ്യണേക്കാളും നമ്മൾ അതിനെ ചെറിയ ചെറിയ പീസായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിലൊരു മാരേജ് ഒക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ തന്നെ ഒറ്റയ്ക്കല്ല ചെയ്യുക, അത് പല പല സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് സദ്യയുണ്ട്, പന്തലുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഓരോ കൂട്ടരായിട്ട് ഏറ്റെടുക്കും. ഇപ്പോഴാണെങ്കിൽ അത് ഫംഗ്ഷൻ പോലെ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സദ്യ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടരുണ്ട്, പന്തലുകാരൊരു കൂട്ടരുണ്ട്. അപ്പം നമ്മൾ അവർക്ക് ആ ടാസ്കുകൾ അതാത് മൊഡ്യൂളിൽ ചെയ്യും. എന്നിട്ട് അപ്പോൾ എന്തെങ്കിലും എററോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സദ്യയുടെ ആൾക്കാർക്ക് സദ്യയുടെ കാര്യം മാത്രം മാനേജ് ചെയ്താൽ മതി, പന്തൽ അവർ മാത്രം മാനേജ് ചെയ്താൽ മതി. അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. അതാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അതുപോലെ തന്നെ ഈ വലിയ ടാസ്കിനെ നമ്മൾ ചെറിയ ചെറിയ മോഡ്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ മോഡ്യൂളിൽ ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂളാണ്. ഇപ്പം നമ്മൾ
ഈ പറയുന്ന പോലെ ഇപ്പോൾ ചപ്പാത്തി കടയിൽ നമ്മൾ ചപ്പാത്തികൾ വീട്ടിൽ ഡെയിലി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ അതൊരു വലിയ പ്രോസസ്സാണ്. കാരണം ചപ്പാത്തി മാവ് എടുക്കണം, കുഴയ്ക്കണം, പരത്തണം, ചുടണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് ഡെയിലി ചെയ്യുമ്പോൾ നമുക്കതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ എന്തുണ്ട്, ചില ഷോപ്പുകൾ അതിന് മാത്രമായിട്ടുണ്ട്. അപ്പോൾ ആ ഷോപ്പ് എന്താണ്, അതൊരു ഫങ്ഷൻ പ്രോസസ് ചെയ്യാനുള്ള ഷോപ്പാണ്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താ, അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത്ര ചപ്പാത്തി എടുക്കണമെങ്കിൽ ഇത്ര മാവ്, വെള്ളം, കുഴയ്ക്കുക, അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതൊരു ഇൻഡിപെൻഡൻറ്റ് മോഡ്യൂളാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് രാവിലെ ഒരു 4 പാക്കറ്റ് ചപ്പാത്തി വേണമെങ്കിൽ ഞാൻ അവിടേക്ക് ഇപ്പോൾ ഓൺലൈനിൽ കോൾ ചെയ്യും, ഫംഗ്ഷനിലേക്ക് കോൾ വരും. കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എപ്പോഴാണ് എക്സിക്യൂഷൻ നടക്കുക, കോൾ ചെയ്യുമ്പോൾ അവിടുന്ന് കോൾ കിട്ടുമ്പോൾ, ഓർഡർ കിട്ടുമ്പോൾ അവിടെ എക്സിക്യൂഷൻ നടക്കും. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അത് പ്രോസസ്സ് ചെയ്യും. എന്നിട്ടൊരു ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ ചപ്പാത്തി കടയിലാണെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് ഒരു ചപ്പാത്തി എത്ര പാക്കറ്റ് ആണെങ്കിൽ അത്രയും ഔട്ട്പുട്ടായിരിക്കും. ഈ ഔട്ട്പുട്ട് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം, നമ്മൾ കോൾ ചെയ്ത ആൾക്കാർക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തിയാണ് റിട്ടേൺ ടൈപ്പ്. അതേസമയം നമ്മളിപ്പോൾ ബിരിയാണി കടയിലേക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ബിരിയാണി ആയിരിക്കും. അപ്പോൾ റിട്ടേൺ ടൈപ്പുള്ള ഫംഗ്ഷനാണത്. അതേസമയം ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയും ബിസിയാണ്, ഇവിടെ ഡെലിവറി ഇല്ല എന്ന് പറയും. അപ്പോൾ ഫംഗ്ഷനിൽ ഔട്ട്പുട്ട് ഇല്ല, റിട്ടേൺ ഇല്ല, ഔട്ട്പുട്ട് ഉണ്ട്, റിട്ടേൺ ഇല്ല. ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ റിട്ടേൺ ചെയ്യാനാണ് റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഫംഗ്ഷൻ, വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അത് മാത്രമല്ല, ഫംഗ്ഷനിലേക്ക് നമുക്ക് വാല്യൂസ് അയക്കും. ഇപ്പം നമ്മൾ വെറുതെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബിരിയാണി ഇത്ര ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് ഇത്ര കിലോ റൈസും ഗീയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അവിടേക്ക് എത്തിക്കുക എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് അയക്കുന്ന ആ വാല്യൂസിന്, ഇൻഗ്രീഡിയൻസിനെയാണ് പറയുക ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുക. അപ്പം നമ്മൾ ഇങ്ങനെ ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെൻറ്റ്സ്, ഇൻഗ്രീഡിയൻസ് അയച്ചാൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ അത് സ്റ്റോർ ചെയ്യാനുള്ള പാത്രങ്ങളുണ്ടാവും അല്ലേ, കണ്ടെയ്നേഴ്സ്. ആ കണ്ടെയ്നേഴ്സിനെയാണ് എന്ത് പറയുക, പാരാമീറ്റർ എന്ന് പറയുക. അപ്പോൾ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലേക്ക് അയക്കുന്ന വാല്യൂസ് പ്ലേസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സാണ്. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലേക്ക് അയക്കുന്ന വാല്യൂസാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ചില കണ്ടെയ്നറിലൂടെ നമുക്ക് അങ്ങോട്ട് അയക്കാം. ആ കോൾ ചെയ്യുമ്പോഴുള്ള കണ്ടെയ്നറാണ് ഫോർമൽ പാരാമീറ്ററും ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള പാരാമീറ്ററാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴുള്ള പാരാമീറ്ററാണ് ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുക. ഫംഗ്ഷന് ഡെഫിനിഷനിലുള്ള പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ കണ്ടെയ്നേഴ്സ്, ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, അതിനെ പറയുക ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഏതാണ്, അതിനെക്കുറിച്ച് പിന്നെ പറയാം. നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഞാൻ മെയിൻ ഫംഗ്ഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മെയിൻ്റെ മുകളിലായിട്ട് സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫംഗ്ഷൻസ് ഒരു പ്രോഗ്രാമിൽ ഉണ്ടാകും. അത് ഇതിൻ്റെ മുകളിൽ എഴുതാം, താഴെ എഴുതാം, എവിടെ വേണമെങ്കിലും എഴുതാം. പക്ഷേ എക്സിക്യൂഷൻ നടക്കുന്നത് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിൽ നിന്നാണ്. എവിടെയാണോ മെയിൻ അവിടെ നോക്കിയിട്ട് അവിടെ നിന്ന് മുതലാണ് എക്സിക്യൂഷൻ തുടങ്ങുന്നതും എക്സിക്യൂഷൻ അവസാനിക്കുന്നത്, പ്രോഗ്രാം അവസാനിക്കുന്നത് ഇവിടെയാണ്. അപ്പം മെയിൻ ഫംഗ്ഷൻ എല്ലാ പ്രോഗ്രാമിലും കമ്പൽസറി ആണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. അപ്പം എക്സിക്യൂഷൻ ബിഗിൻസ് ആൻഡ് എൻഡ്സ് അറ്റ് മെയിൻ. ഇനി മെയിൻ ഫംഗ്ഷനിൽ നിന്ന് എക്സിക്യൂഷൻ തുടങ്ങുന്നു. അപ്പോൾ ഫസ്റ്റ് കമ്പൈലേഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കമ്പൈലർ ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് വെച്ചാൽ കമ്പ്യൂട്ടറിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ കമ്പ്യൂട്ടറിനോട് സംസാരിക്കുക, ഒരു ഭാഷ വേണ്ടേ. ആ ഭാഷയാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജായ C++ പോലെയുള്ളത്. അപ്പോൾ ഈ ഭാഷയിൽ നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല, അത് മെഷീൻ ഭാഷയിലേക്ക് മാറ്റണം. അതിനാണ് കമ്പൈലർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. C++ൽ കമ്പൈലറാണ്, പൈത്തണിലാണെങ്കിൽ ഇൻ്റർപ്രറ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലർ എന്താ ചെയ്യുക വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എഴുതിയ കോഡിനെ എവിടേക്ക് മാറ്റും, മെഷീൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കമ്പൈലറിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, കമ്പൈലറിനോട് പറയുകയാണ്, നമ്മൾ സംസാരിക്കുകയാണ്. കമ്പൈലറെ num1 num2 എന്ന പേരിൽ 2 മെമ്മറി അവിടെ സ്റ്റോർ ചെയ്യാൻ നമ്മൾ കമ്പൈലറിനോട് പറയുന്ന നിർദ്ദേശമാണ് ആദ്യത്തെ. അപ്പോൾ ഇത് അനുസരിച്ച് അതെന്താണ് അപ്പോൾ ചെയ്യുക, കമ്പൈലറിൽ നമ്മൾ പറയുന്ന 2 മെമ്മറീസ് അവിടെ സ്റ്റോർ ചെയ്യണം. എന്ന് വെച്ചാൽ 2 മെമ്മറിയുടെ പേര് num1 num2 എന്നുള്ള പേരിൽ 2 മെമ്മറീസ് അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് കമ്പൈലറിനോട് പറയണം. num1 അപ്പോൾ എൻ്റെ പേര്, അപ്പോൾ എന്താണ് വേരിയബിൾസ്, 2 വേരിയബിൾസ്. ഈ വേരിയബിൾ
പിന്നെ ഇതൊരു വേരിയബിൾ. ഈ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് പറയണം. ചില ടൈപ്പ് പറയണത് എന്തിനാണെന്ന് വെച്ചാൽ പല ഡാറ്റ പല ടൈപ്പാണ്. പല ടൈപ്പ് ഡാറ്റയ്ക്ക് പല സ്പേസാണ് വേണ്ട മെമ്മറിയിൽ. അപ്പോൾ ഡാറ്റ ടൈപ്പിനനുസരിച്ചുള്ള വലിപ്പമുള്ള കണ്ടെയ്നേഴ്സ് അഥവാ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. മെമ്മറി അത്രയും ബൈറ്റ്സ് ഓഫ് മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യണം. അലോക്കേറ്റ് മീൻസ് റിസർവ് ചെയ്യണം. അപ്പോൾ ഇത്രയും മെമ്മറി 4 ബൈറ്റ് മെമ്മറി ഇൻറ്റു ടൈപ്പിന് 4 ആയതുകൊണ്ട് 4 ബൈറ്റ് മെമ്മറി അവിടെ റിസർവ് ചെയ്യുന്നു. വേറൊരു 4 ബൈറ്റ് മെമ്മറി വീണ്ടും റിസർവ് ചെയ്യുന്നു. ആദ്യത്തെ മെമ്മറിക്ക് num1 എന്ന് പേര്. പിന്നെ തന്നെ അത് num1 num2 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ ടോക്കൺസ് എന്ന് പറഞ്ഞൊരു വേർഡ് പഠിക്കാനുണ്ട്. ഇതിൽ കൂടെ പറഞ്ഞുതരാം. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഭാഷയിലും ഒരു സെൻറ്റൻസ് ഒരു വാചകം എഴുതുമ്പോൾ കുറേ വേർഡ്സ് കൂടിയിട്ടാണല്ലോ. അപ്പോൾ മലയാളത്തിലാണെങ്കിൽ അവൻ ഇന്നലെ വന്നു, അങ്ങനെയൊക്കെയുള്ള വേർഡ്സ്, അവൻ ഇന്നലെ, അങ്ങനെയുള്ള വേർഡ്സ് കൂടിയിട്ടില്ല. അപ്പോൾ നമ്മൾ മലയാളത്തിലാണെങ്കിൽ കർത്താവ് കർമ്മം ക്രിയ എന്നൊക്കെ പറയും. അതേസമയം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിൽ ഈ വേർഡ്സിനെ പറയുന്ന ടോക്കൺസ്. ആ ടോക്കൺസ് പലതരത്തിലുണ്ട്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കീവേഡാണ്. num1 num2 മെമ്മറിക്ക് കൊടുക്കുന്ന പേര്. പേരിനുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പേരുകൾ. അപ്പോൾ എല്ലാ പേരും എന്താണ്? ഐഡൻറ്റിഫയർ ആണ്. അപ്പം num1 num2 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫയേഴ്സ്, മെമ്മറിക്ക് കൊടുത്ത പേര്, ദാറ്റ് ഈസ് വേരിയബിളിന് കൊടുത്ത പേര്. ദെൻ അടുത്ത, അപ്പോൾ ഇത്ര അലോക്കേഷനാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്നത്. അപ്പോൾ കമ്പൈലറിന് കൊടുക്കുന്ന നിർദ്ദേശമാണിത് num1 num2 എന്ന് ഈ ടൈപ്പും കൂടി കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്റ്റോറേജ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് സ്റ്റോറേജ് ക്ലാസ് എഴുതിയില്ലെങ്കിൽ ഇത് ഓട്ടോ ആണ്, ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മെമ്മറി ഇപ്പോൾ ഫംഗ്ഷനിലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും, ഫംഗ്ഷനിൽ നിന്ന് അത് ഡിലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയബിൾസ് num1 num2 എന്നുള്ളത് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മെയിൻ ഫംഗ്ഷൻ വരും മെമ്മറിയിൽ വരുന്നു. അപ്പോൾ ഇതാണ് num1 num2. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമ്പൈലറിനോട് എന്താ പറയുന്നതെന്ന് അറിയോ? കമ്പൈലറെ സ്ക്രീനിലേക്ക് എൻ്റർ ടു നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം എഴുതിയ ആൾക്ക് എനിക്കറിയാം ഇത് num1 num2 ആണ് എൻ്റർ ചെയ്യേണ്ടത് എനിക്കറിയാം. പക്ഷേ യൂസ് ചെയ്യുന്ന ആളുകൾ വേറെ ആയിരിക്കും. അപ്പോൾ അവർക്ക് സ്ക്രീനിൽ ഒരു പ്രോംപ്റ്റ് കണ്ടാൽ അവരെന്തെങ്കിലും ടൈപ്പ് ചെയ്യുള്ളൂ. അതിനുവേണ്ടി യൂസർക്ക് കൊടുക്കുന്നൊരു പ്രോംപ്റ്റാണ് എൻ്റർ ടു നമ്പർ. അപ്പോൾ നമ്മൾ കമ്പൈലറിനോട് കമ്പൈലറെ എൻ്റർ ടു നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതിന് പ്രിൻ്റ് എഫ് ഔട്ട്പുട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് പ്രിൻ്റ് എഫ്. ദെൻ സ്കാൻഎഫ്. അപ്പോൾ യൂസർ ഇത് കാണുമ്പോൾ എന്തെങ്കിലും 2 ഡാറ്റ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ 10 20 അങ്ങനെ 2 ഡാറ്റയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആ ഡാറ്റയുടെ ഫോർമാറ്റ് സ്പെസിഫൈ വെച്ചാൽ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റയ്ക്കാണ് %d. അപ്പോൾ 2 ഇൻറ്റീജർ ഡാറ്റ എൻ്റർ ചെയ്യുന്നുണ്ട്, 2 %d. പിന്നെ ഈ യൂസർ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റനെ സ്കാൻഎഫ് ഫംഗ്ഷൻ റീഡ് ചെയ്തിട്ട് ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് അഡ്രസ് ഓഫ് num1. അപ്പോൾ അഡ്രസ് ഓഫ് num1 ഇതാണ് 1010 ആണെങ്കിൽ അഡ്രസ് ഓഫ് num1 1010 ആൻഡ് അഡ്രസ് ഓഫ് num2 111. ഇതാണ് അഡ്രസ് ഓഫ് num2. അപ്പോൾ എങ്ങനെയെങ്കിൽ ഈ അഡ്രസ്സിലേക്ക് ഈ ഡാറ്റനെ സെൻഡ് ചെയ്യും. അങ്ങനെ ഈ വാല്യൂ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത 10 എന്നുള്ള വാല്യൂവിനെ ഇവിടേക്ക് അസൈൻ ചെയ്യുന്നു. അതുപോലെ പിന്നെ ടൈപ്പ് ചെയ്ത 20 എന്നുള്ള വാല്യൂവിനെ ഇവിടേക്ക് അസൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് 10 എന്നുള്ള വാല്യൂവിനെ 10 എന്നുള്ള വാല്യൂവിനെ ഇവിടെ അസൈൻ ചെയ്യുന്നു. ആൻഡ് 20 എന്നുള്ള വാല്യൂവിനെ ഈ ഈ മെമ്മറിയിലേക്ക് അസൈൻ ചെയ്യുന്നു 20. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ 10 20 2 മെമ്മറിയിൽ അസൈൻ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഈ പ്രോഗ്രാമിൽ ഈ 2 വാല്യൂവിനെ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ സ്വാപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ ഇവിടെ തന്നെ നമുക്ക് ഈ കോഡ് സ്വാപ്പ് ചെയ്യാനുള്ളത് എഴുതാം. ഇവിടെ തന്നെ ഈ കോഡ് എഴുതി കഴിഞ്ഞാലുള്ള കുഴപ്പം 2 നമ്പറിന് സ്വാപ്പ് ചെയ്യാൻ ഇത്രയും ലൈനാണ് സ്വാപ്പ് ചെയ്യാനുള്ള കോഡ് ഇവിടെ എഴുതി. വീണ്ടും കുറേ കഴിയുമ്പോൾ പ്രോഗ്രാമിന് സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യം വന്ന് വീണ്ടും ആ കോഡ് റിപ്പീറ്റ് ചെയ്ത് എഴുതണം. പിന്നെ മൂന്നാമതും വേണ്ടി വന്ന് മൂന്നാമത് ഈ കോഡ് റിപ്പീറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ഈ കോഡ് എവിടെയൊക്കെ സ്വാപ്പ് ചെയ്യണം അവിടെയൊക്കെ അത് എഴുതേണ്ടി വരും. അപ്പോൾ പ്രോഗ്രാം ലെങ്ത് വളരെ വലുതാകും. മാത്രമല്ല ഏതെങ്കിലും ഒരു കറക്ഷൻ വന്നാൽ ഈ 3-4 സ്ഥലത്തുണ്ടെങ്കിൽ 4 സ്ഥലത്ത് നമ്മൾ കറക്റ്റ് ചെയ്യണം. പ്രോഗ്രാം ലെങ്ത് കൂടും. പിന്നെ അതല്ല പിന്നെ നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ ഒരു ഫംഗ്ഷനായിട്ട് എഴുതി തയ്യാറാക്കി ഒരു ഭാഗത്ത് സേവ് ചെയ്യാം. പിന്നെ ആ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്താൽ എവിടേക്കാണ് ഫംഗ്ഷൻ അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും. മാത്രമല്ല നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പം റീഡ് ചെയ്ത് വെച്ച് അടുത്തത് നമ്മൾ ഇവിടെ എഴുതുന്നതിൽ ഒരു ഫംഗ്ഷനായിട്ട് സ്വാപ്പ് ചെയ്യേണ്ട രീതി സ്റ്റെപ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ആ സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അവിടേക്ക് കോൾ ചെയ്യണം. അപ്പോൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ
ചെയ്യാനായിട്ട് ഫംഗ്ഷൻ്റെ പേര്, നമ്മളിവിടെ ഫംഗ്ഷൻ്റെ പേര് സ്വാപ്പ് എന്ന് കൊടുത്തു, ഫംഗ്ഷൻ്റെ പേര്. പിന്നെ ഈ ബൈ റഫ് ആയിട്ട് അയക്കുമ്പോൾ കോപ്പി ഓഫ് ദി വാല്യൂസ് അല്ല സെൻഡ് ചെയ്യുന്നത്, അഡ്രസ്സാണ്. ആ ഡാറ്റ സ്റ്റോർ ചെയ്ത അഡ്രസ്സാണ് നമ്മൾ, ആ റെഫറൻസ് ആണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഏത് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും ഫംഗ്ഷൻ എക്സിക്യൂഷൻ, ഇത് ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ എക്സിക്യൂഷൻ ഇവിടം വരെ എത്തി. ഇപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, എക്സിക്യൂഷൻ നേരെ ജംപ് വേർ ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്, ഫംഗ്ഷൻ ഡിഫൈൻഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നു. ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ ഡെഫിനിഷനിലേക്ക് ജമ്പ് ചെയ്യുന്നു. എവിടെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ ആ പ്ലേസിലേക്ക് ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ജമ്പ് ചെയ്യുന്നതോടുകൂടി ഇവിടെ ആർഗ്യുമെൻറ്റ്സ്, വാല്യൂസ് അവിടേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ സെൻഡ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞാൽ അഡ്രസ്സാണ്. നമ്മളുടെ അഡ്രസ്സും നം2ൻ്റെ അഡ്രസ്സുമാണ് ഈ ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനിലേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ്, എന്താണ് ഈ വേരിയബിൾസ്, എ ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് അവിടെ മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നു. എ ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് മെമ്മറിയിൽ ക്രിയേറ്റ് ആവുന്നു. ദറ്റ് ഈസ് എ എന്ന് പേരിലൊരു മെമ്മറി, പിന്നെ ബി എന്ന് പേരിലുള്ള വേറൊരു മെമ്മറി അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അപ്പോൾ ഈ മെമ്മറിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ എയും ബിയും സൈഡിലൊരു സ്റ്റാർ ചിഹ്നം കണ്ടില്ലേ, ഈ സ്റ്റാർ ചിഹ്നം എന്തിനാ വെച്ചാൽ ഇതൊരു പോയിൻ്റർ വേരിയബിൾ ആണ് എന്ന് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, എ ബി എന്നിവ പോയിൻ്റർ വേരിയബിൾസ് ആണ്. എന്താണ് ഈ പോയിൻ്റർ വേരിയബിൾ? വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്ലേസ്, മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന റിസർവ് ചെയ്ത സ്പേസ് ആണ് വേരിയബിൾ. ഡാറ്റയാണ് നോർമൽ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക. ഇതൊക്കെ രണ്ടും ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന നോർമൽ വേരിയബിൾസ് ആണ്. പക്ഷേ പോയിൻ്റർ വേരിയബിളിൽ ഡാറ്റയല്ല സ്റ്റോർ ചെയ്യുക, ദാറ്റ് സ്റ്റോർ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഈ രണ്ട് പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോയിൻ്റർ വേരിയബിളിൻ്റെ പേര് എ എന്നുള്ള പേരിലൊരു പോയിൻ്റർ വേരിയബിൾ ആൻഡ് എ എന്നുള്ള പേരിൽ ഒരു പോയിൻ്റർ വേരിയബിൾ, ദാറ്റ് ഈസ് എ എന്നുള്ള പേരിൽ ഒരു പോയിൻ്റർ വേരിയബിൾ ആൻഡ് ബി എന്നുള്ള പേരിൽ ഒരു പോയിൻ്റർ വേരിയബിൾ അവിടെ ക്രിയേറ്റ് ആവുകയാണ്. ബി എന്നുള്ള പേരിൽ പോയിൻ്റർ വേരിയബിൾ ക്രിയേറ്റ് ആയി. അപ്പോൾ പോയിൻ്റർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യില്ല, ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനേ പറ്റില്ല, ഇതൊരു അഡ്രസ്സ് മാത്രം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ ഒരു പോയിൻ്റർ വേരിയബിളിനെ കുറിച്ചൊരു യൂട്യൂബ് ക്ലാസ് തന്നെ ഇട്ടിരുന്നു. അവിടെ ഞാൻ പറഞ്ഞിരുന്നു ലൈബ്രറിയൻ ഒരു പോയിൻ്റർ വേരിയബിളാണ്. വെച്ചാൽ ലൈബ്രറിയൻ്റെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളൊന്നുമില്ല, ബുക്ക് സ്റ്റോർ ചെയ്യുന്ന കബോർഡ്സ് ആണ് വേരിയബിൾ, നോർമൽ വേരിയബിൾ. അവിടെ ബുക്കാണ് ഡാറ്റ, ബുക്ക് ചെയ്യുന്ന കണ്ടെയ്നർ അത് വേരിയബിളാണ്. അപ്പോൾ നമുക്ക് ഒരു ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകാൻ ലൈബ്രറിയൻ്റെ അടുത്ത് ചെല്ലും, ലൈബ്രറിയൻ ആ ലൊക്കേഷൻ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ നോവൽസ് ആണെങ്കിൽ നോവൽസ് ഇരിക്കുന്ന അഡ്രസ്സ് ലൈബ്രറിയൻ നമുക്ക് കാണിച്ചു തരും, ഇന്ന സ്ഥലത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരും. ആ അഡ്രസ്സ് കാണിച്ചു തരുന്ന ലൈബ്രറിയൻ ആരാ, പോയിൻ്റർ വേരിയബിളാണ്. പോയിൻ്റർ വേരിയബിളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യില്ല, പകരം അഡ്രസ് ഓഫ് ദി മെമ്മറി വേർ ഡാറ്റ ഈസ് പ്ലേസ്ഡ് അവിടെ പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എ ബി എന്നുള്ളത് പോയിൻ്റർ വേരിയബിൾ ആകുമ്പോൾ അത് ഡിക്ലറേഷനിൽ ഇങ്ങനെയാണ് സംഭവിക്കുക, ഒരു ഡാംഗ്ലിംഗ് പോയിൻ്റ് ഇവിടെ വന്ന് കിടക്കും. എന്ന് വെച്ചാൽ എയും ബിയും ഏതെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തെ പോയിൻ്റ് ചെയ്യിക്കാനുള്ള ഡാംഗ്ലിംഗ് പോയിൻ്റ്. എന്നിട്ട് നമുക്ക് എനെ ഇവിടേക്ക് പോയിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിനെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇവിടെ ആർഗ്യുമെൻറ്റ്സ് കൂടെ ഇവിടേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അയക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ഏതാ, നം1ൻ്റെ അഡ്രസ്സ്. അപ്പോൾ അത് എയിൽ. അപ്പോൾ നം1ൻ്റെ അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്യുക, നം1ൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക എയിലും, നം2ൻ്റെ അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്യുക, നം2ൻ്റെ അഡ്രസ് ഓഫ് നം2 സ്റ്റോർ ചെയ്യുന്നത് ബി എന്ന് പറഞ്ഞ പോയിൻ്റർ വേരിയബിളാണ്. അപ്പം നം1ൻ്റെ അഡ്രസ്സ് ഏതാ, ഈ 1010 എന്നുള്ളതാണ് നം1ൻ്റെ അഡ്രസ്സ്, അത് എയിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പം അത് എയിൽ സ്റ്റോർ ചെയ്യാൽ 1010 എന്നുള്ള അഡ്രസ്സ് ഇവിടെ എയിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എയിൽ ഏതാ സ്റ്റോർ ചെയ്തത്, എയിൽ സ്റ്റോർ ചെയ്യുന്നത് നം1ൻ്റെ അഡ്രസ്സ്, എൻ്റെ ബിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഏതാ, നം2ൻ്റെ അഡ്രസ്സ്. നം2ൻ്റെ അഡ്രസ്സ് ഇവിടെയും സ്റ്റോർ ചെയ്തു. ഇതാണ്. അപ്പോൾ ഇവിടെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുക. എയിൽ നം1ൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞാൽ എ പോയിൻ്റ് ചെയ്യുന്നത് ഇവിടേക്കാണ്, എ പോയിൻറ്റ്സ് ടു നം1. നം1ൻ്റെ അഡ്രസ്സ് ആയതുകൊണ്ട് എ പോയിൻറ്റ്സ് ടു, എ ഇവിടേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്, എ പോയിൻറ്റ്സ് ടു ഹിയർ നം1 ആൻഡ് ബി പോയിൻറ്റ്സ് ടു നം2. ബി പോയിൻ്റ് ചെയ്യുന്നത് നം2നാണ്, ബി പോയിൻറ്റ്സ് ടു ഹിയർ നം2ന്, ഈ പൊസിഷനെ പോയിൻ്റ് ചെയ്യിക്കുന്നു. ഇനി ഇവിടെ അപ്പോൾ നമ്മൾ അഡ്രസ്സ് ഇവിടെ പാസ് ചെയ്തു, അഡ്രസ്സ് എയിലും നം2ൻ്റെ അഡ്രസ്സ് ബിയിലും
പോയിന്റ് വെച്ചു. ഇനി അടുത്തത് ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിളോട് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇൻഡ് ടെമ്പ് ഈ എയും ബിയും ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ, ഇപ്പോൾ ഒരു ടെമ്പ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ആവണം. ദിസ് ഈസ് ടെമ്പ്. ഈ വേരിയബിളിൻ്റെ പേരെന്താ? TEMP. ഈ ടെമ്പ് ഈ വേരിയബിൾ എന്നൊക്കെ പറഞ്ഞ് എന്താ, ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ മെമ്മറിയിലോട്ട് വരികയും ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആവുകയും ചെയ്യും. അങ്ങനെയുള്ള വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. കാരണം ഫംഗ്ഷനെ വിളിക്കുമ്പോഴാണ് മെമ്മറിയിലേക്ക് വരുന്നത്, ഫംഗ്ഷനിൽ നിന്ന് പോകുമ്പോൾ മെമ്മറിയിൽ നിന്ന് കോൾ ചെയ്യുകയും ചെയ്യും, ഡിലീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വേരിയബിൾസ് നമുക്ക് ലോക്കലാണ്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്സസ് ലോക്കലാണ്, ഇതിൻ്റെ ലൈഫ് ലോക്കലാണ്. ഈ ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ മെമ്മറിയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് വേണം? ഇത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ 10, 20 ഇപ്പോൾ നമുക്ക് നമ്പർ ഈക്വൽ ടു num2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയോ? ഈ നമ്പറിൻ്റെ വാല്യൂനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് num2ൻ്റെ വാല്യൂ കൊണ്ടുപോയിക്കുന്നത്. കാരണം അറ്റ് എ ടൈം ഒരു വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? num2ലേക്ക് നമുക്ക് എന്താ ചെയ്യുക? എക്സ്ചേഞ്ച് ചെയ്യാൻ വാല്യൂ ഇല്ല. അപ്പം നമ്മളിപ്പോൾ അത് സ്വാപ്പ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഇപ്പം കോഫി ഉണ്ട്. ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ എൻ്റെ കയ്യിൽ ഒരു കപ്പ് കോഫി ഉണ്ട്, റൈറ്റ് ഹാൻഡിൽ ഒരു കപ്പ് ടീ ഉണ്ട്. എനിക്കിത് രണ്ട് കയ്യിലും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലെ കോഫി എടുത്തിട്ട് ഞാൻ ടേബിളിൽ വയ്ക്കണം, വെച്ചാൽ ടെമ്പററി വേരിയബിളിൽ വയ്ക്കും. ആ ടെമ്പററി വേരിയബിളിൽ ഞാൻ എൻ്റെ കോഫി എടുത്ത് വയ്ക്കും. അതിനുശേഷം എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ടീ കൈമാറും. ശേഷം ഞാൻ ആ ടേബിളിൽ നിന്ന് എൻ്റെ റൈറ്റ് ഹാൻഡിലേക്ക് കോഫിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തില്ലേ, അതേ മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ടെമ്പററി വേരിയബിൾ, ഒരു ടേബിൾ പോലെ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ നമ്മളുടെ വാല്യൂ ഇവിടേക്ക് അസൈൻ ചെയ്യണം. ഈ നമ്മളുടെ വാല്യൂ ഇവിടേക്ക് അസൈൻ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ വാല്യൂ ഇവിടേക്ക് അസൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ വാല്യൂ ഇവിടേക്ക് അസൈൻ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ ടെമ്പ് ഈക്വൽ ടു നമ്പറിന് കൊടുക്കാൻ ടെമ്പ് ഈക്വൽ ടു നമുക്ക് പോയിൻ്റർ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഫംഗ്ഷനിൽ ഇപ്പോൾ ടെമ്പ് ഈക്വൽ ടു നമ്പറിന് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ടെമ്പ് ഈക്വൽ ടു നമ്പറിന് ഡയറക്റ്റ് അസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്പർ num2 മെയിൻ ഫംഗ്ഷനിലെ വേരിയബിളാണ്. മെയിൻ ഫംഗ്ഷനിലെ വേരിയബിൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസിബിൾ അല്ല. അപ്പം മെയിൻ ഫംഗ്ഷൻ്റെ ഈ നമ്പർ num2 ലോക്കൽ വേരിയബിൾ എന്ന് പറയും, ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയും. അത് ഫംഗ്ഷനിൽ മാത്രമേ അത് ആക്സസിബിൾ ഉള്ളൂ. ഇപ്പോൾ ലോക്കലായിട്ടുള്ള വേരിയബിൾസ് ആ ഫംഗ്ഷനിൽ ഏത് ഫംഗ്ഷനിൽ ഡിക്ലെയർ ചെയ്ത് ആ ഫംഗ്ഷനിൽ മാത്രമേ ആക്സസിബിൾ ഉള്ളൂ. അപ്പം നമ്മുടെ വീട്ടിലെ എന്തായാലും ഫർണിച്ചറുകളോ അല്ലെങ്കിൽ വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ ആളുകൾക്കല്ലേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്പർ num2നെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിവിടെ ആക്സസ് ചെയ്യാനുള്ളത് ഈ രണ്ട് വേരിയബിൾസാണ്. എയിലൂടെ ഇതിലെ വാല്യൂ ആക്സസ് ചെയ്യാം. അപ്പോൾ എ പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തെ വാല്യൂ, അപ്പോൾ നമുക്ക് ടെമ്പ് ഈക്വൽ ടു സ്റ്റാർ എന്ന് കൊടുക്കും. ടെമ്പ് ഈക്വൽ ടു സ്റ്റാർ എന്ന് പറഞ്ഞാൽ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാറിൻ്റെ അർത്ഥം എ പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തെ വാല്യൂ അറ്റ് ദി അഡ്രസ് ദാറ്റ് എ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ്സിലെ വാല്യൂ ദാറ്റ് ഈസ് 10, അതാണ് ടെമ്പിലേക്ക് കൊടുത്തത്. അതിനുശേഷം ഇതിൽ ഇവിടേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? വാല്യൂ അറ്റ് ദി അഡ്രസ് ദാറ്റ് ഈസ് സ്റ്റാർ എയിലേക്ക് ബി പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്തെ വാല്യൂ ദാറ്റ് ഈസ് സ്റ്റാർ എ ഈക്വൽ ടു സ്റ്റാർ ബി. ദെൻ ഇതെന്താണ്? സ്റ്റാർ ബി ആണ്. സ്റ്റാർ ബി ഈക്വൽ ടു ടെമ്പിലുള്ള വാല്യൂ സ്റ്റാർ ബിയിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഇവിടെ വാല്യൂ അറ്റ് ദി അഡ്രസ്സാണ്. ഇവിടെ ഡിക്ലറേഷനിൽ ഉപയോഗിക്കുന്നത് ദിസ് ഈസ് എ പോയിൻ്റർ വേരിയബിൾ. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എയും ബിയും പോയിൻ്റർ വേരിയബിൾ എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സിക്യൂഷൻ ഇവിടം വരെ എത്തി, സ്വാപ്പ് ചെയ്തു. ഇവിടെ എത്തുമ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞു. അങ്ങനെ ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ആവണം. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ അഥവാ എക്സിക്യൂഷൻ എവിടേക്ക് വരും? എവിടെയാണോ ഫംഗ്ഷനെ വിളിച്ച് അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നു. എക്സിക്യൂഷൻ എവിടെയാണോ ഫംഗ്ഷനെ വിളിച്ച് അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നു. അപ്പം ഇവിടെ ജമ്പ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ ഒരു പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ആദ്യം തന്നെ ഒരു ഔട്ട്പുട്ട് വരും. ബിഫോർ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്പുട്ട് വരും. ബിഫോർ സ്വാപ്പിംഗ് num1 ഈക്വൽ ടു 10, num2 ഈക്വൽ ടു 20. 10ഉം 20 എന്ന് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അതാണ് ഈ ഔട്ട്പുട്ട്. ബിഫോർ സ്വാപ്പിംഗ് ഇത് ഔട്ട്പുട്ട് വരും. ഇനി നമ്മൾ ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ എത്തും. ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചു വന്ന് ഇവിടെ എത്തുമ്പം ഈ ലോക്കൽ ഫംഗ്ഷനിലെ വാല്യൂസ് എന്ത് ചെയ്യും? ഈ ഫംഗ്ഷനിൽ വരുമ്പോൾ മാത്രമാണ് ഫംഗ്ഷനിലെ വേരിയബിൾസ് ഉണ്ടാവും. ഫംഗ്ഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ആവുകയും ചെയ്യും. ഇനി ഫംഗ്ഷനിൽ നിന്ന് ഫംഗ്ഷൻ കോളിൽ നിന്ന് തിരിച്ച് എവിടെയാണ് ഫംഗ്ഷനെ വിളിച്ച് അവിടേക്ക് വരികയും അതിനുശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ആഫ്റ്റർ സ്വാപ്പിംഗ് ഇതാണ് ഔട്ട്പുട്ട് ചെയ്യുക. ആഫ്റ്റർ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്നു. ആഫ്റ്റർ സ്വാപ്പിംഗ് num1 ഈക്വൽ ടു %d. ഇപ്പം num1ൽ %d ഈസ് റീപ്ലേസ്ഡ് ബൈ ദ
വാല്യൂ ഇൻ നം1. നമ്മളുടെ വാല്യൂ എന്താ 20 ആൻഡ് നം2 ഈക്വൽ ടു പെർസെൻറ്റ് ഡി ഈസ് റീപ്ലേസ്ഡ് ബൈ ദ വാല്യൂ ഇൻ നം2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഔട്ട്പുട്ട് നോക്കിയാൽ സ്വാപ്പ് ചെയ്യുന്നതിന് മുൻപ് 10ഉം 20 ആയത് സ്വാപ്പ് ചെയ്തതിന് ശേഷം ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തു. ഇതാണ് കോൾ ബൈ റെഫറൻസ്. അപ്പോൾ ബൈ റെഫ് ആയിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്താണ് സെൻഡ് ചെയ്യുന്നത്? ബൈ റെഫ് ആയിട്ട് കോൾ ചെയ്യുമ്പോൾ അഡ്രസ്സാണ് ഫംഗ്ഷനിലേക്ക് അയക്കുന്നത്. ഈ അഡ്രസ്സിൽ ചില ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫോമുണ്ട്, ഒറിജിനൽ ഫോം. അത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് എൻ്റെ ഒറിജിനലിനെ ബാധിക്കും അല്ലേ? അപ്പം ഞാൻ എൻ്റെ ഫോം ആ സെയിം അഡ്രസ്സ് തരുന്ന പോലെയാണത്. അതേസമയം ഇപ്പോൾ ബൈ വാല്യൂ ആണെങ്കിൽ എൻ്റെ കയ്യിലെ ഫോമിൻ്റെ ഒരു കോപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കോപ്പിയെ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ട് അവിടെ വെച്ച് കോപ്പിയിൽ എന്ത് ചേഞ്ച് ചെയ്താലും ഈ ഒറിജിനലിനെ ബാധിക്കുമോ? ഇല്ലല്ലോ. അതുപോലെയാണ് ഇവിടെ. ഇപ്പം നമ്മളിപ്പോൾ നം1 എന്ന് പറയുന്നത് എന്താ? എ പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് അഡ്രസ്സ്. അപ്പം നമുക്ക് ഈ 20 ഈ ഒരു വേരിയബിളിന് 2 വാല്യൂ ഉണ്ട്. ഒന്ന് റിയൽ വാല്യൂ എന്ന് വെച്ചാൽ കണ്ടന്റ് ഓഫ് ദി മെമ്മറി, ഒന്ന് അഡ്രസ്സ്. ഇതാണ് നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ഹോൾഡ് ചെയ്യുന്നത് നം1ൻ്റെ അഡ്രസ്സാണ്. അതിൻ്റെ അർത്ഥം എന്താ? എയും നം1ഉം ഒരേ പ്ലേസ് ആണെന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ, ഇതാണ് എ എന്നിരിക്കുക. അപ്പോൾ ഈ എ ഹോൾഡ് ചെയ്യുന്നത് അഡ്രസ്സ്, എ ഹോൾഡ് ചെയ്യുന്നത് അഡ്രസ്സാണ് 1010. അത് നം1, എല്ല നം1 എന്ന് പറഞ്ഞ അഡ്രസ്സ് ഇതാണ്. നം1 എന്ന് പറഞ്ഞ വേരിയബിൾ, ഇതിൻ്റെ നം1 എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് 1010 ആണ്. അത് തന്നെയാണ് എ എന്ന് പറഞ്ഞാൽ എയും നം1ഉം ഒരേ പ്ലേസിനെയല്ല ഹോൾഡ് ചെയ്യുന്നത്. അപ്പം എയും നം1ഉം ഒറ്റ ലൊക്കേഷനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ രണ്ടും ഷെയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് അനു എന്നാണ് സ്കൂളിൽ വിളിക്കുന്നത്. പക്ഷേ വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണി എന്നാണ് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ കുട്ടി ഈ അനു തന്നെയല്ലേ ഉണ്ണി എന്ന് പറഞ്ഞത് തന്നെയാണ് അനു. രണ്ടാളും ഒരേ പേരാണ് എന്ന് വെച്ചാൽ അനുവിൻ്റെ ഏലിയാസ് നെയിമാണ് ഉണ്ണി. അപ്പം അനുവിന് ഞാനൊരു 10 രൂപ കൊടുത്തു എന്ന് വിചാരിച്ചാൽ അത് ഉണ്ണിക്ക് കിട്ടിയ പോലെയല്ലേ? അതുപോലെയാണ് ഈ നം1ൻ്റെയും എയുടെയും അഡ്രസ്സ് എന്നാണെന്ന് വെച്ചാൽ രണ്ടും ഒരേ മെമ്മറി ഷെയർ ചെയ്യുന്ന ഈ എന്താ പറയുക, ഫംഗ്ഷൻ്റെ ഉള്ളിൽ പോയിട്ട് നം1ൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ എന്ത് സംഭവിക്കും? ഈ നം1ൽ എന്ത് ചേഞ്ചസ് വരുത്തിയാൽ എയിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും നം1നെയും ബാധിക്കും, നം1ൽ ചേഞ്ചസ് എനെയും ബാധിക്കും. അപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒറിജിനൽ ആണ് അയക്കുന്നത്, ഒറിജിനൽ ലൊക്കേഷനാണ് അയക്കുന്നത്. അവിടെ വെച്ച് ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ അത് ഒറിജിനൽ വാല്യൂവിനെ ബാധിക്കും. അപ്പം നമ്മളിവിടെ പിന്നെ 2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന് പാരാമീറ്റേഴ്സ്, ആർഗ്യുമെൻറ്റ്. പാരാമീറ്റേഴ്സ് പറഞ്ഞല്ലോ, ഈ എയും ബിയും പാരാമീറ്റേഴ്സാണ്. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, കണ്ടെയ്നറാണ് എയും ബിയും. ആ കണ്ടെയ്നറിലേക്ക് അയക്കുന്ന വാല്യൂസില്ലേ 20, 10, ഇത് എന്താണ്? ഈ ഡാറ്റ. ഇവിടെ അയച്ചത് എന്താ? ഡാറ്റയല്ല, അഡ്രസ്സ്. ഈ 1010 ഇവിടേക്ക് സെൻഡ് ചെയ്തില്ലേ? ഈ 1010 എന്ന് പറഞ്ഞ് ഇതിലേക്ക് അയക്കുന്ന ഇതാണ് എന്താ പറയുക, ആർഗ്യുമെൻറ്റ്സ്. ഇപ്പം നമ്മൾ ഇതിലേക്ക് 20 കോൾ ബൈ വാല്യൂ ആണെങ്കിൽ ഇതെല്ലാം അയച്ചത് വാല്യൂ അയക്കും. അപ്പോൾ 20, 10 ഇവിടെ എന്താണ്? ഈ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയിൽ, ഈ ഡാറ്റേനെ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഇവിടെ അഡ്രസ്സാണ് അയച്ചാൽ ഈ പാരാമീറ്ററിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യുന്ന ഈ ഡാറ്റയാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുക. നമ്മളിപ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഫംഗ്ഷനെ പ്രോസസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തി കടയിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയും നെയ്യും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതാണ് ആർഗ്യുമെൻറ്റ്സ്. അതേസമയം അത് ഹോൾഡ് ചെയ്യുന്ന മെമ്മറി സ്പേസിനെയാണ് എന്ത് പറയുക? പാരാമീറ്റർ. അത് തെറ്റരുത് കേട്ടോ. പിന്നെ ഫോർമൽ പാരാമീറ്റർ, ആക്ച്വൽ പാരാമീറ്റർ പരീക്ഷയിൽ ചോദിക്കും. ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോളിലുള്ള പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ ആക്ച്വൽ പാരാമീറ്ററാണ് ഫംഗ്ഷൻ കോളിലുള്ളത്. നം1, നം2 എന്ന് പറഞ്ഞത് ആക്ച്വൽ പാരാമീറ്റർ. ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ള പാരാമീറ്റേഴ്സ് എയും ബിയും, അതാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഫംഗ്ഷൻ കോളിലുള്ള പാരാമീറ്റേഴ്സ്, ഫംഗ്ഷൻ ഡെഫിനിഷനുള്ള പാരാമീറ്റേഴ്സാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്തെങ്കിലും ചേഞ്ചസ്, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഉള്ള എന്തെങ്കിലും ചേഞ്ചസ് ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ബാധിക്കാത്തത് ഏതാ? കോൾ ബൈ വാല്യൂയിലാണ്. കോൾ ബൈ റഫിലാണെങ്കിൽ ഫോർമൽ പാരാമീറ്റേഴ്സിൽ എന്ത് മാറ്റം വരുത്തിയാലും, ഫോർമൽ പാരാമീറ്റേഴ്സ് ഉള്ളതിൽ എന്ത് മാറ്റം വരുത്തിയാലും അത് ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യും. അതാണ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. അപ്പം
നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിന് ഒരു ലൈക്ക് ഇടുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ എഴുതുകയാണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം ഇതിൽ ഒന്നുകൂടി പറയാനുണ്ട്. ഞാനിപ്പോൾ ഈ ഫംഗ്ഷന്, ഇതാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലാണ്. ഈ ഫംഗ്ഷൻ നമുക്ക് മെയിന് താഴെ ഡിഫൈൻ ചെയ്യാം. ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഫംഗ്ഷനെ ഞാൻ മെയിന് താഴെ എഴുതുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ കമ്പൈലർ എറർ വരും. കാരണം ഹാഷിലൂടെ എക്സിക്യൂട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്തു, നമ്പർ നം2 എന്ന് പറഞ്ഞ മെമ്മറി അവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് നം1 നം2 വന്നു, നമ്മൾ വാല്യൂസൊക്കെ അതിൽ കൊടുത്തു. അതിനുശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്തു, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കമ്പൈലറിന് ഒരു കൺഫ്യൂഷൻ ആവും. കാരണം സ്വാപ്പ് എന്ന് പറഞ്ഞത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. നമ്മൾ C++ ലാംഗ്വേജിൽ എന്ത് വേരിയബിൾ, ഫംഗ്ഷൻ വേരിയബിളോ നോർമൽ വേരിയബിൾ എന്ത് വേരിയബിളും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുൻപേ ഡിക്ലെയർ ചെയ്തിരിക്കണം. പൈത്തണിൽ അത് വേണ്ട. C++ൽ നിർബന്ധമായിട്ട് ഡിക്ലറേഷൻ കണ്ടാലാണ് കമ്പൈലറിന് ഇവൻ ആരാന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇത് ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് കമ്പൈലറിന് എറർ വരും. അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ലറേഷൻ നടത്തിയിരിക്കണം. ഡിക്ലറേഷൻ എങ്ങനെ എഴുതേണ്ടത്? നമ്മളുടെ ഫംഗ്ഷൻ്റെ ഹെഡർ വോയിഡ് സ്വാപ്പ് ഇൻറ്റ് സ്റ്റാർ ബി അത് എഴുതാം. അതിനുശേഷം അപ്പോൾ ഡിക്ലറേഷൻ എഴുതാൻ ഈ നമ്മുടെ ഫംഗ്ഷൻ ഹെഡർ എഴുതണം. ഫംഗ്ഷൻ ഹെഡർ എഴുതുക. അതിനുശേഷം ഹാഷ് ഇൻക്ലൂഡ് എഴുതുക. ഫംഗ്ഷൻ ഹെഡർ ഇവിടെ എഴുതണം. അപ്പോൾ ഫംഗ്ഷൻ ഹെഡർ എഴുതണം എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ഡിക്ലറേഷൻ ഭാഗം എന്ന് പറയും. ഇതിനെന്താ പറയുക? ദിസ് ഈസ് ഡിക്ലറേഷൻ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യാന്ന് പറയും. ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്നും പറയും കേട്ടോ അതിനെ. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അഥവാ പ്രോട്ടോടൈപ്പാണ്. ഫംഗ്ഷൻ നമ്മൾ മെയിൻ ഫംഗ്ഷന് ശേഷമാണ് എഴുതിയെങ്കിൽ ഡിക്ലെയർ ചെയ്യുക. ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞാൽ ഫംഗ്ഷന് റിട്ടേൺ ടൈപ്പ് എഴുതുക. റിട്ടേൺ ടൈപ്പ് മനസ്സിലായില്ലേ? ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് ഏത് ടൈപ്പാണോ അത് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, വിളിച്ചിടത്തേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആ റിട്ടേൺ ടൈപ്പ് അവിടെ എഴുതുക. ഇല്ലെങ്കിൽ ഒന്ന് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ വോയിഡ് എന്ന് എഴുതാം. അപ്പോൾ റിട്ടേൺ ടൈപ്പ്, പിന്നെ ഫംഗ്ഷൻ്റെ പേര്, ഇത് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇതിൽ പോയിൻ്റർ വേരിയബിളാണ് ഇവിടെ പാരാമീറ്റേഴ്സ്. ഒരു വേരിയബിൾ പോയിൻ്റർ വേരിയബിളാണെന്ന് ഡിക്ലെയർ ചെയ്യാനാണ് സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിച്ചത് വാല്യൂ അറ്റ് അഡ്രസ്സ്. സ്റ്റാർ വാല്യൂ അറ്റ് അഡ്രസ്സ്. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ അഡ്രസ്സ്, മെമ്മറിയുടെ അഡ്രസ്സ് സൂചിപ്പിക്കാൻ. അപ്പം എല്ലാവർക്കും എക്സാമിന് വേണ്ടി ഞാനത് കുറച്ച് തിരക്കിട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ഇത് ഞാൻ ഒരെണ്ണം ചെയ്തിരുന്നു, പക്ഷേ അതിൻ്റെ വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് രണ്ടാമത് ചെയ്തതാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഈ ഇതുണ്ടല്ലോ, അപ്പം ഞാൻ ക്ലാസ് ഇപ്പോൾ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.